ആലോചിക്കാനാണ് പുതിയ ഡേസ് നമ്മൾ ഇന്നാണ് ഇന്നാണ് നമ്മളെ ഫസ്റ്റ് പരീക്ഷ ആനുവൽ എക്സാം ഒക്കെ തുടങ്ങുന്നതാണ്. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് പരീക്ഷ. മലയാളമാണ് പൈസ എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മലയാളമാണ് ഫസ്റ്റ് പരീക്ഷ. മലയാളവും ഇംഗ്ലീഷുമാണ് രണ്ട് പരീക്ഷയാണ് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലാസ്സൊക്കെ കേൾക്കാം. അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സാണ്. ഇപ്പോൾ 6 മണിയായിട്ട് നമ്മളോട് ലേറ്റായി പോയി എടുക്കാൻ. 5:30 ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി 6:30 ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വരുന്നത്. നമുക്ക് ക്ലാസ്സൊക്കെ കണ്ട് നേരെ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മളെ എക്സാം എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മളെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മോർണിംഗ് ബൂസ്റ്റർ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പേപ്പർ ഇതാണ്. നമ്മൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചൊക്കെ കാണിച്ചു തരാം. കുറച്ച് ക്ലാസ്സിലൊക്കെ പറഞ്ഞൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ കേട്ട ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ പേപ്പർ ഇതാ. മലയാളത്തിൻ്റെ പേപ്പറാണ് ഇത് ഗൈസ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഇതാ ഗൈസ്. രണ്ടും ഉണ്ടാ നമ്മൾ രണ്ടും പറഞ്ഞുതരാം ഗൈസ്. ഇംഗ്ലീഷിൻ്റെ പേപ്പറിൽ നമ്മളെ സദാപത്തിന് ഫസ്റ്റ് തന്നെ ഒരു പാസേജ് റീഡ് ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനുണ്ടായിരുന്നു. പിന്നെ അടുത്ത തന്നെ ആയിട്ട് ഒരു പോയം റീഡ് ചെയ്തിട്ട് അതിലും ക്വസ്റ്റ്യൻ ആൻസർ 4 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാസേജിൽ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 9 മാർക്കാണ്. 5 4 9 മാർക്കാണ് ഗൈസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് വെച്ചാൽ പിന്നെ ഒരു വേറൊരു നമുക്ക് പരിചയമില്ലാത്തൊരു അൺനോൺ പാസേജ് കൊടുത്തിട്ട് അതിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ തന്നെ നമുക്കിപ്പോൾ ഏകദേശം 14 ക്വസ്റ്റ്യൻ ഏകദേശം 14 മാർക്ക് ഏകദേശം അതിൽ നിന്ന് തന്നെ കിട്ടും. മൊത്തം ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഇത് വരുന്നുണ്ട്. ഹാൻ കാങ് എന്ന് പറഞ്ഞ ഒരു സൗത്ത് കൊറിയയിലുള്ള ഒരാളാണ്. അയാളെ ഇത് പ്രൊഫൈൽ റൈറ്റിംഗ് വന്നിട്ട് പ്രൊഫൈൽ റൈറ്റിങ്ങിന് തന്നെ 4 മാർക്കാണ് ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ചെയ്യുന്നത്. ഇത് ചെറുതാണ്. സൗണ്ട് തന്നെ 4 മാർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ നമുക്ക് 4 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ വന്നിട്ടുണ്ട്. ക്യാറ്റ് സ്കെച്ച് വന്നിട്ടുണ്ട്. പിന്നെ ലെറ്റർ വന്നിട്ടുണ്ട്. നോട്ടീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് ക്ലാസ്സിൽ ഇന്നലെയും ഇന്നും ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ടേബിൾ കൊടുത്തിട്ട് അതിലുള്ള ആൻസർ ടേബിൾ കൊടുത്ത് 4 ക്വസ്റ്റ്യൻ ആൻസർ. അതൊക്കെ നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ് വന്നത് ഇപ്രാവശ്യം. പിന്നെ എഡിറ്റിംഗ് വന്നിട്ടുണ്ട്. അതും ഈസി ആയിരുന്നു. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്. അതും കുറച്ച് ഈസി ആയിരുന്നു. ഇത്രയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം ഈസി എക്സാം ആയിരുന്നു. മലയാളം ഈസി ആയിരുന്നു. മലയാളത്തിൽ ഗൈസ് ആദ്യം തന്നെ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. അന്നേരം തന്നെ നമുക്ക് 4 മാർക്കാവും. എന്താ വെച്ചാൽ 4 ആൻസർ ചെയ്യണ്ട, 5 ആൻസർ ചെയ്യണ്ട. പിന്നെ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ അതെപ്പോൾ വരുന്ന പോലെ തന്നെ സാധാ പോലെ വന്നതാണ്. അപ്പോൾ മലയാളം പിന്നെ പറയാൻ അധികമൊന്നുമില്ല. ഒരു ഇത് വന്നിട്ടുണ്ട്, ആസ്വാദനക്കുറിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം ഈസിയാണോ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. ഇനി നമ്മൾ എക്സാമിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇന്നത്തെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോ കാണുന്നത്. ബൈ ബൈ.